ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു Ajimol'sWorld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PILEA പെപ്പറോമോയിഡീസ് എന്ന മണി പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയുമായിട്ടാണ്. ഈ PILEA പെപ്പറോമോയിഡീസിനെ ചൈനയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അറിയപ്പെടുന്നത് ചൈനീസ് മണി പ്ലാന്റ് എന്നാണെങ്കിൽ ജർമ്മനിയിൽ ഇത് അറിയപ്പെടുന്നത് ലക്കി പെന്നി എന്നും നെതർലാൻഡിൽ ഇത് അറിയപ്പെടുന്നത് പാൻകേക്ക് പ്ലാന്റ് എന്നുമാണ്. സ്വീഡനിൽ ഇത് അറിയപ്പെടുന്നത് എലഫന്റ് ഇയർ എന്നാണ്. പിന്നെ ഇതിന് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്ന ഒരു പേരും കൂടി ഇതിനുണ്ട്. കാരണം ഇതിന് ഒത്തിരിയേറെ പപ്സ് ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇതിനെ ഒരു ബുഷി ലുക്ക് അപ്പിയറൻസ് കൊടുക്കുന്നത് ഈ പപ്സ് ആണ്. അല്ലാണ്ട് ഇതിന്റെ മദർ പ്ലാന്റ് അല്ല ഇതിന് ബുഷി അപ്പിയറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ ചെടിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, UFO പ്ലാന്റ്. കാരണം എന്നാണെന്നറിയാം, ഈ സ്പേസ് ഷിപ്പിലെ UFOസിന്റെ ഷേപ്പുള്ള ഈ റൗണ്ട് ഷേപ്ഡ് ലീഫ് ആയതുകൊണ്ടാണ് ഇതിനെ UFO പ്ലാന്റ് എന്നും അറിയപ്പെടുന്നത്. പിന്നെ മണി പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം മെയിൻ ആയിട്ട് ഈ ലീഫിന്റെ ഈ ഷേപ്പ് തന്നെയാണ്. കോയിൻ ഷേപ്ഡ് ലീഫാണ് ഈ ചൈനീസ് മണി പ്ലാന്റിനുള്ളത്. ഇത് ഒത്തിരി ലക്ക് മണിയൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഇതിന്റെ നല്ല ഭംഗിയുള്ള ഗ്ലോസി ഗ്രീൻ റൗണ്ട് ലീഫ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ചെടി വളർത്തുന്നത്. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇതിങ്ങനെ വൈറ്റ് പോട്ടില്, അതുപോലെ വീട് നല്ല വൈറ്റ് പെയിന്റും കൂടെ ആണെങ്കിൽ ഈ ചെടി ഇങ്ങനെ നല്ല വൈറ്റ് പോട്ടിൽ നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. ഈ ചെടി എന്റെ വീഡിയോയിൽ പലയിടത്ത് ഈ ചെടി കണ്ട പലരും എന്നോട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സൺലൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെക്കരുത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ്, നല്ല ഫിൽറ്റർ ചെയ്ത് വരുന്ന സൺലൈറ്റ് ഇതിന് വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഇൻഡോർ ആയിട്ട് വെച്ചിരുന്നതാണ്. വെസ്റ്റ് ഫേസിംഗ് വിൻഡോയിലാണ് ഇതിരുന്നിരുന്നത്. ഇതിന് ആവശ്യത്തിന് ഈവനിങ്ങിൽ സൺലൈറ്റ് നന്നായിട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ലീഫൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കേർവ്ഡ് ആകാതെ ഇരിക്കുന്നത്. ഇത് എനിക്ക് വേറൊരെണ്ണം കൂടിയുണ്ട്. ഇതും എനിക്കുള്ള വേറൊരു കളക്ഷനാണ്. ഇത് രണ്ടും ഒരേപോലെ ഒന്നിച്ചു നട്ടതാണ്. പക്ഷെ ഈ ചെടി കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന, അതായത് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടുന്ന കൺസർവേറ്ററിയിൽ ഇരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെടിയുടെ ഇല കണ്ടോ നമ്മൾ ഇൻവേർഡ്സ് ആയിട്ട് ഇങ്ങനെ വളരുന്നത്. കാരണം സൺലൈറ്റ് കൂടുതൽ കിട്ടുമ്പോൾ ബേൺ പോലെ തോന്നും. അതുപോലെ ഇത് ഇൻവേർഡ്സ് ആയിട്ട് ഇങ്ങനെ വളരുന്നത്. ഇതെല്ലാം ഓവർ സൺലൈറ്റ് കിട്ടിയത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ചെടിക്ക് സൺലൈറ്റ് അപ്പോൾ ഒരു ബിഗ് ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് സൺലൈറ്റ് ഏത് വശത്താണ് കൂടുതൽ കിട്ടുന്ന ആ വശത്തേക്ക് അത് ലീൻ ആകാനുള്ള സാധ്യത, ആ വശത്തേക്ക് ചരിഞ്ഞു വളരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചെടി ഇങ്ങനെ ടേൺ ചെയ്യാം. ഇതിങ്ങനെ എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല നേരെ മുകളിലേക്ക് വളരും. അപ്പൊ എല്ലാ വശത്തും ഒരുപോലെ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അടുത്ത നമുക്ക് ഇതിന്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ വാട്ടറിങ് ആഴ്ചയിൽ1 നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ആഴ്ചയിൽ1 എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ1 മാത്രം ആക്കരുത്. നമ്മൾ ഇതിന്റെ സോയിൽ നന്നായിട്ട് ഫിംഗർ ഡിപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കൈ മണ്ണ് ഉണങ്ങിയാണ് നമ്മുടെ കൈ കിട്ടുന്നതെങ്കിൽ അപ്പോൾ അതിന് വാട്ടറിങ് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും വെതർ അനുസരിച്ചിരിക്കും. നല്ല ഹോട്ട് കൺട്രീസിലൊക്കെയാണ് ഇതിന് 2 ദിവസമൊക്കെ കൂടുമ്പോൾ നന്നായിട്ട് വാട്ടറിങ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സോൾട്ടി കണ്ടൻസ് ഒക്കെ നമുക്ക് നല്ലപോലെ കളയുന്നതിന് ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ അടിയിൽ കൂടി ആ വെള്ളം നന്നായിട്ട് പോകണം. നമുക്ക് എപ്പോഴും റെയിൻ വാട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നാട്ടിലൊക്കെ നമുക്ക് കിണർ വെള്ളം കിട്ടും. ഇവിടെ നമുക്ക് റെയിൻ ഉള്ള സീസണിൽ റെയിൻ വാട്ടർ പിടിച്ചു വെക്കും. ടാപ്പ് വാട്ടർ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിന് ഈ ഇലകളിലൊക്കെ പോർസ് അല്ലെ ഹോൾസ് ഉണ്ടാകാനും ബ്രൗൺ ടിപ്സ് ഉണ്ടാകാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ റെയിൻ വാട്ടർ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇതിന് നമുക്ക് വെള്ളം ഒഴിക്കണോ എന്നറിയാനുള്ള വേറൊരു മെത്തേഡാണ്. ഇതിന്റെ ഇങ്ങനെ ചട്ടി പൊക്കി നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. പിന്നെ വേറൊരു മെത്തേഡാണ് നമ്മുടെ ഫിംഗർ ഇങ്ങനെ ഈ സോയിലില്, കാണാമെന്നറിയില്ല, സോയിലിൽ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ കയ്യിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള, കയ്യിൽ പറ്റുന്നേയില്ല സോയില്. അതിന്റെ അർത്ഥം ഇതിന്റെ ചോട്ടിലൊട്ടും വെള്ളമില്ല. ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിക്കണം എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതായിരിക്കും. ഇത് ഏത് തരം സോയിലാണ് ഇത് നടാനായി ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇതിന് നമ്മുടെ ഗാർഡൻ സോയിലാണ്. അതിൻ്റെ കൂടെ നന്നായിട്ട് പേളായിട്ട് ചേർക്കുക. പിന്നെ നമുക്ക് കാക്ടസ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കാക്ടസ് ഓയിൽ ആണെങ്കിൽ നല്ല വെൽ ഡ്രെയിൻഡ് ആയിരിക്കും, അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കില്ല. സാധാരണ നമ്മൾ ഗാർഡൻ സോയിലാണ് നന്നായിട്ട് പേർലൈറ്റ് നന്നായിട്ട് ചേർത്തു. ഒന്നും പേടിക്കേണ്ട. കാരണം ഇതിന് നല്ല ഇറേഷൻ വേണം ഇതിന്റെ മണ്ണിന്. ഇതിന് ചുറ്റും ഒത്തിരിയേറെ പപ്സ് ഉണ്ടാകുന്ന ചെടിയാണ്. ആ തൈകൾ ഉണ്ടാകുന്നതാണ്. ആ തൈകൾ ഉണ്ടാകുന്നതിന് നല്ല ഇറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് പേർലൈറ്റ് ഉപയോഗിക്കുക.
പിന്നെ ഈ ചെടി എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പപ്സ് ആണ് ഇതിന് ബുഷി അപ്പിയറൻസ് നൽകുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഈ പപ്സ് ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേറെ മണ്ണിൽ നട്ട് നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾ കാണാം എന്തോരം തൈകളാണ്, ഇതിന് ചുറ്റും കാണുന്നത് ഫുൾ തൈകളാണ്. അപ്പൊ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു കത്തി എടുത്തിട്ട് ഇതിന്റെ മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മിനോട് ചേർന്ന് ഈ തൈകളെ കട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് റൂട്ട്സ് ഒന്നും കാണിയല്ല, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അത് നമുക്ക് വേറൊരു മണ്ണിലേക്ക് നടുക. അല്ലെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പപ്സിനെ നമുക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ വെച്ച് അതിന്റെ ചൂട് വെള്ളത്തിൽ തൊടുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഇറക്കി വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിറയെ റൂട്ട്സ് കാണാം. നന്നായിട്ട് റൂട്ട്സ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ മണ്ണിലേക്ക് നടുക. അതോടെ നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരിയേറെ ചൈനീസ് മണി പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെള്ളത്തിൽ ഈ സ്റ്റെം ഇറക്കി വെച്ച് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള കുഞ്ഞു റൂട്ട്സ് വരും. വെള്ളത്തിൽ ഇറക്കി വെച്ച് നടുന്ന ചെടിക്കാണ് സർവൈവൽ ചാൻസ് കൂടുതൽ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ, ഇവിടുത്തെ വെതറിന്റെയാണ്. പിന്നെ ഈ ചെടിയുടെ വേറൊരു പ്രശ്നമാണ് അതിന്റെ ലീഫ് ഇങ്ങനെ കേളിംഗ് അപ്വേർഡ്സ് അല്ലെ. ഈ ചെടിയുടെ വേറൊരു പ്രശ്നമാണ് അതിന്റെ ലീഫ് ഇങ്ങനെ കേളിംഗ് അപ്വേർഡ്സ് അല്ലെ. ഈ 2 ലീഫ് കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മടങ്ങി വരുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വാട്ടറിങ് കൂടുമ്പോഴാണ് ഈ ചെടിയുടെ ലീഫ് ഇങ്ങനെ കേളിംഗ് അപ്വേർഡ്സ് ആയി വരുന്നത്. പിന്നെ ഇതിന്റെ വേറെ പ്രശ്നമാണ് ഇങ്ങനെ ഈ ബോട്ടം ലീവ്സ് ഒക്കെ ഇങ്ങനെ യെല്ലോ കളറിൽ വരുന്നത്. അത് നൈട്രജൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പം നമുക്ക് NPK മിശ്രിതങ്ങളൊക്കെ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. NPK 10-10-10 എന്നൊക്കെ പറയുന്ന വളങ്ങൾ കിട്ടും, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ലീഫ് കേർലിങ്ങിന്റെ പ്രശ്നം വരുമ്പോൾ വാട്ടറിങ് കുറയ്ക്കുക. പിന്നെ അടുത്ത പ്രശ്നമാണ് കേർലിംഗ് ഡൗൺവേർഡ്സ്. കാണാമോ നിങ്ങൾക്ക്, ഇതിങ്ങനെ അടിയിലേക്ക് വളഞ്ഞു വളരുന്നത് കണ്ടോ, ഇവിടെയുണ്ട് അടിയിലേക്ക് വളഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ സൺലൈറ്റ് കൂടുമ്പോഴാണ്. നമുക്ക് ഈ ചെടിക്ക് കൂടുതൽ സൺലൈറ്റ് കിട്ടിയാൽ ഇങ്ങനെ ചെടിയുടെ ഇലകൾ താഴേക്ക് വളഞ്ഞു വളരും. പിന്നെ ഈ ചെടി നന്നായിട്ട് വളരും. ഇതിന്റെ ഇലയുടെ വലിപ്പമൊക്കെ വളരെ വലുതാകും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് നന്നായിട്ട് ഇനഫ് വളവും വെള്ളവും സൺലൈറ്റും എല്ലാം ഒരുപോലെ ഒന്നിച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലകളുടെയൊക്കെ വലിപ്പം വളരെ കൂടുതലാകും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ ചിലരുടെയൊക്കെ വീട്ടിൽ നമുക്ക് കാണാം ഈ ചെടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നു പോകും, നല്ല ബുഷി ആയിട്ട് ചുവട്ടിലും. പിന്നെ നല്ല മദർ പ്ലാന്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിന് എപ്പോഴും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഈ ചെടി വളരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ നടുക്കൊരു പോള് ഞാനിപ്പോൾ ഇതിന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ നടുക്കൊരു കമ്പി വെച്ചിട്ടുണ്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ ഇതുണ്ടോ, ഇവിടെ ഒരു കമ്പി നട്ടേക്കുന്നുണ്ട്. ഇതൊരു ബാംബൂ സ്റ്റിക്ക് വെച്ചാൽ മതി. ഇനി ഇത് വളരുന്നതനുസരിച്ച് ഞാനിത് മാറ്റിയിട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മദർ പ്ലാന്റ് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നോളും. ചുവട്ടിലെ പപ്സ് ഒക്കെ ഞാൻ അധികം മാറ്റി നടുന്നില്ല, അതങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.